നോക്കിയത്. പക്ഷേ ഒട്ടകം എന്ത് ചെയ്യും ആ കുടയ്ക്കകത്തൂടെ? അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഒരു നൂല് കടത്താൻ പാടാണ് ദൈവരാജ്യത്തിൽ. എത്ര ഞെരുങ്ങി, എത്ര ട്രിം ചെയ്ത്, എത്ര നീറ്റായിട്ട് വേണം. നിങ്ങൾ പറയുന്നു ആർക്ക് പോകാവുന്നതാണ്. നിങ്ങൾ പറയുന്നു ഒട്ടകത്തിന് പോകാവുന്നു. അപ്പൊ ഒട്ടകത്തിന് പോകണം എന്ത് ചെയ്യണം? നിങ്ങൾ ചിന്തകളെ മനസ്സിലേക്ക് ഉണ്ടാക്കാൻ ഒരു സൂചി, അതിനൊരു കൊച്ചി ഹോള്, ഒരു നൂല് കടത്താൻ പാടാണ്. ഇപ്പൊ പറയുന്നത് എന്തോ പോകുന്നു. അപ്പൊ എന്തോ ചെയ്യണം? നോക്കിക്കോണം. സൂചി ഇങ്ങനെ ഇങ്ങനെ ഉടച്ചു. ആലോചിച്ച് നോക്കിയേ, ഒരു കൊച്ചു സൂചി ഒട്ടകത്തിന് പോകാൻ തക്കവണ്ണം ഡാളസ് തൊട്ട് മലബാർ വരെയും ഒക്കെയാണ് മിലിറ്ററി ആവലിച്ച് വേണമെന്നാണ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. പക്ഷെ എന്ത് ചെയ്യാം? ഒട്ടകത്തിന് കയറാം. പക്ഷെ ഓർത്തോണം, ഒട്ടകം ആ കുടക്കിനകത്ത് കയറി ഇറങ്ങും, സൂചി അങ്ങോട്ട് കയറത്തില്ല. അതാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാകുന്നത്. ഞാൻ ചെയ്ത് കൂട്ടിലൊക്കെ നിഷ്ഫലമാകുന്നത് ന്യായപ്രമാണത്തിന്റെ ഘനമേറിയ കാര്യങ്ങൾ. എന്താണ് ഘനമേറിയ കാര്യങ്ങൾ? അത് ദൈവത്തിന്റെ വാക്യം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ മനസ്സിലാക്കില്ല, ഇംഗ്ലീഷ് വായിച്ചവർക്ക് മനസ്സിലാക്കില്ല. കാരണം ഈ സാധനം നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. നാട്ടില് കണ്ണൂർ മാത്രമേ അറിയത്തുള്ളൂ. കാരണം പഴയ കാലത്ത് കോഴിക്കോട് നാട് താമസിച്ചത് സമ്മൻകുണ്ടത്തും ബെഞ്ചമിനും ഒക്കെ താമസിച്ചിരുന്ന കോഴിക്കോടാണ്. അപ്പൊ അവിടെ എല്ലാ വലിയ നാലുകെട്ടുള്ള ആളുകളും എല്ലാ വീടിന്റെ വാതിൽ കിണ്ടികളും കിണ്ണങ്ങളും ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ആ പാത്രം ഇരുന്നുകൊണ്ട് സ്ത്രീകൾ ചാരവിട്ടും കരിയിട്ടൊക്കെ വിളക്കുന്നത് നന്നായിട്ട് കണ്ടപ്പോഴാണ് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ മലയാളികൾക്ക് മനസ്സിലാകുന്ന ഭാഷത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യും? ഇതിന്റെ ആകം നിങ്ങൾ എടുത്ത് നോക്കണം. ആരും ഇതിനെ കഴുകാറില്ല, പുറമേ ചെന്നത് എല്ലാവരും നല്ല വെളുപ്പിച്ച് ഇന്നത്തെ കാലത്ത് ഇച്ചൂടെ ബ്രാസ് വയ്ക്കിട്ട് ഒന്ന് വെളുപ്പിച്ചു വെക്കും. ആര് കണ്ടാലും തിളങ്ങും. പക്ഷെ അകത്ത് നല്ല പായലായിരിക്കും. നോക്കണം. അതുപോലെ നിങ്ങൾ കിണ്ടിക്കണ്ണം കൂടെ പുറം വെടിപ്പാക്കുന്നു. പക്ഷെ മുമ്പ് എന്ത് ചെയ്യണം? അകം ചെയ്യണം. അടുത്ത വാക്യം പറയുകയാണല്ലേ, ഷവറൊക്കെ കഴിക്കുന്ന പോകുമ്പോൾ മോണമെന്ന് അറിയാമോ? നല്ല വെള്ള പെയിന്റ് അടിച്ച് കല്ലറയൊക്കെ എഴുതുന്നത് ഇന്ന് മുതൽ കഥാവിൽ നിദ്ര പ്രാപിക്കുന്ന ഭാഗ്യവാന്മാർ ജനനം ഇന്ന് അല്ലെങ്കിൽ മരണം എന്നതൊക്കെ എഴുതി വെച്ചിട്ട് ഇതിനകത്ത് ഉറങ്ങുന്നു, അന്തോണിനകത്ത് ഉറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കും. അകമെന്താ? വെള്ള തേച്ച കളറാണ്. അകത്ത് അല്ലെങ്കിൽ ആത്മക്ക് കുത്തിയെടുക്കാൻ വേണ്ടി ഒരംശം പോലും ഇല്ലാത്ത എല്ലുപൊടിയായി കിടക്കുക. പുറമിങ്ങനെ വെളുപ്പിച്ചു വെക്കുന്നു. ഇങ്ങനെയുള്ള ആ ചിന്തയാണ് യേശുവിടെ പഠിപ്പിക്കുന്നത്. ജീവിതത്തെ പറഞ്ഞു കഴിയോ? ഇതെല്ലാം ഒത്തിരി ചിന്തകളാണ് വിശദീകരിക്കാൻ സമയമില്ല. പറഞ്ഞു വന്നതിന് സാരം ഇതാണ്. നമ്മൾ ഈ ഒരിക്കൽ പ്രകാശനം ലഭിച്ചു കഴിഞ്ഞാൽ വെളിച്ചത്തിലുള്ളവരായിട്ട് നടക്കണം. പുറമേ ഉള്ള നമ്മുടെ പച്ചമലയാളത്തിൽ പറയും ജാടകളൊന്നും ദൈവത്തിന് ദൈവം ആഗ്രഹിക്കുന്നത് അകമയുള്ള മാനസാന്തരമാണ്. നീ എപ്പോഴും പറയണം. എന്നാലും നമുക്ക് പോകുന്നതെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഇനി ദൈവം പറയും ഒട്ടകത്തെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകണം, പോകാൻ വേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷേ അല്ലല്ല ഒതുകിന് പോകേണ്ട. സൂചിക്കുഴ ഒട്ടകത്തിന്റെ വലുപ്പത്തിലാക്കരുത്. ഒട്ടകത്തിന്റെ വലുപ്പമുള്ള സൂചി പണിയുകയാണ് വചനത്തിന്റെ പ്രമാണം. അത് കഴിഞ്ഞാൽ ഞാനും നിങ്ങൾ ചെയ്ത പ്രവൃത്തി ദൈവമാണെങ്കിൽ അതിന് തക്ക പ്രതിഫലം ദൈവം തന്നിരിക്കും. ഒരിക്കൽ നമ്മൾ പ്രകാശനം ലഭിച്ചവരാണ്. അങ്ങനെ ലഭിച്ചവർ ഇത്രയും പറഞ്ഞു പറയുകയാണ്. അവിടെ ഈ പ്രകാശനം ലഭിച്ചു കഴിഞ്ഞാൽ വിശദീകരിക്കുന്നില്ല. പ്രകാശനം ലഭിച്ചിട്ട് 5 കാര്യങ്ങളാണ് 4 കാര്യങ്ങളാണ് അവർ അനുഭവിച്ചത്. ഒന്ന് വായിക്കണം. 6-ാം അധ്യായത്തിന്റെ 4 വായിച്ചു. സ്വർഗീയ ദാനമാക്കുന്ന എന്ത് ചെയ്തു? സ്വർഗീയ ദാനം ആസ്വദിച്ചു. ഉയരത്തിലെ നന്മകൾ പ്രാപിച്ചവരാണ്. നമ്മൾ തന്നെ ദൈവത്തിന്റെ ഒരു ദാനമാണ്. പരിശുദ്ധാത്മ ഒരു ദാനമാണ്. രക്ഷ ഒരു ദാനമാണ്. എന്തെടുത്താലും ഞങ്ങളുടെ പ്രാപ്തി നിന്റെ ദാനമത്രേ. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് എന്നൊക്കെ പറയുന്ന വേദപുത്ര ചിന്ത ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരു മുട്ടുസൂചി എടുത്താലും പറയണം, നീ ഒഴികെ എനിക്കൊരു കണക്ക് എന്റെ ധനം ഭാഗ്യം അല്ലയോ എന്ന് പറയുകയും പപ്പും തൂവലും കളിച്ച് കാട്ടിലേക്ക് 7 വർഷം ഓടിപ്പോകേണ്ടി വന്ന നെബൂഖദ്നേസർ നമുക്കൊരു പാഠമായിരിക്കണം. ഇതെന്റെ കൈ കൊണ്ടുണ്ടാക്കി എന്ന് പറയുവാൻ ഒരതിരവും പൊങ്ങരുത്. ഒരു കൈ മുയലരുത്. എന്റെ കഴിവെന്ന് പറയുവാൻ ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഉയരത്തിന്റെ നന്മകളാണ്. രക്ഷ തൊട്ട് ഇത് 2 ആഴ്ച പഠിപ്പിക്കേണ്ടതാണ്. എന്തെടുത്താലും ദൈവമക്കൾക്ക് അത് ദാനമാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കണം. 20 കാര്യങ്ങളാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമുക്ക് ലഭിച്ചതിനെ കുറിച്ച് പറയുന്നത്.
എഫേസ്യർ 1-ാം അധ്യായം 3-ാം വാക്യം. സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് പറയുന്നത്. അവൻ നമ്മെ തിരഞ്ഞെടുത്തു. ദൈവമക്കൾക്ക് ലഭിച്ച ദാനങ്ങളാണ്. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദാനമാണ്. കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല വേദപുസ്തകം തിരഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ തിരുവചനം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഈ അവിടെ തിരഞ്ഞെടുപ്പ്, വീണ്ടെടുപ്പ്, പുത്രത്വം, അല്ലെങ്കിൽ അച്ചാരം തരുന്നു, ഇങ്ങനെയുള്ള തുടങ്ങി 20 കാര്യങ്ങൾ 1-ാം അധ്യായത്തിന്റെ അധ്യായത്തിന്റെ കാണുന്നതായിട്ട് ഓർപ്പിക്കും. ഒന്ന്, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. അല്ലെങ്കിൽ സംഘത്തിലക്കാരൻ പറയുന്നു, നിന്റെ പ്രാകാരത്തിൽ പാർക്കണം. 65-ാം സംഘത്തിൽ 4-ാം വാക്യം, നിന്റെ പ്രാകാരത്തിൽ പാർക്കണമെന്ന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവമാണ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. പോയി എടുക്കണം. എന്തായി തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത്? നമ്മുടെ ഭാഷയിലേക്ക് തിരഞ്ഞെടുപ്പ് എന്ന് കേൾക്കുന്നത് എന്താ ഓർമ്മ വരുന്നത്? ഇലക്ഷൻ. നാട്ടിലെ ഇലക്ഷൻ വാൾപോസ്റ്റൊക്കെ അടിച്ചിട്ട് ഒരാൾ ചക്ക, ഒരാൾ ചക്ക അടയാളത്തിലൊക്കെ മത്സരിക്കുന്നു, അതുകൊണ്ട് ഒരാൾക്ക് വോട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് പണ്ട് കർണാടക അറിയാതെ പറഞ്ഞു പോയി. അറിയാനിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഈ കോൺഗ്രസുമായിട്ടൊക്കെ പിണങ്ങി നിൽക്കുന്ന സമയത്ത് പറഞ്ഞു അല്ലല്ല. അതുകൊണ്ട് എറണാകുളത്തുള്ള ടെലിവിഷൻ കണ്ട് വോട്ട് ചെയ്യണം. കാരണം അന്ന് സെബാസ്റ്റ്യൻ പോൾ ടെലിവിഷൻ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് പുള്ളി പറഞ്ഞു വേറെ അർത്ഥത്തിലാണ്. അങ്ങനെ അവസാനം സെബാസ്റ്റ്യൻ പോൾ ജയിക്കാനൊക്കെ ഇടയായിരുന്നു. അങ്ങനെയാണല്ലോ അപ്പനും മോനും വേറെ സംഘടനയൊക്കെ ഉണ്ട്. അങ്ങനെ വിളിപ്പിക്ക് പറയാറ് നമ്മുടെ വിഷയം. ഞാൻ പറഞ്ഞതിന്റെ കാരണം ഇതാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത 10 പേര് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാരെല്ലാം കൂടെ സ്വാധീനമുള്ള അതല്ല ഇവിടെ പറയുന്നത്. നമ്മളൊക്കെ ഈ പഴയ കാലത്ത് മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഇവിടെ ഇപ്പം പിന്നെ ഓറഞ്ചൊക്കെ പാക്കറ്റ് വാങ്ങിട്ട് വരിക, അങ്ങനെ തെരഞ്ഞെടുക്കാൻ പറ്റും. നാട്ടിലൊക്കെ എങ്ങനെയാണ് പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോകുന്നത്? കടക്കാരന് ഏറ്റവും നമ്മുടെ വിരോധമുള്ള സമയമാണ്. നല്ലതെല്ലാം തിരിച്ച് വേളി അരിക്ക് ഇങ്ങനെ വെക്കും. വലിയ വലിയ ആപ്പിൾ ഓറഞ്ചൊക്കെ മുന്നിലേക്ക് നിരത്തി വെക്കും. നമ്മൾ ചോദിച്ചു. അതുപോലെ പിന്നെ വാഴക്കൊലയൊക്കെ ആണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന പഴമല്ല, അവിടെ കൈ പിടിച്ചുകൊണ്ട് അടിയുന്ന പഴയ കാലത്ത് അല്ല പുട്ടും പഴവും കടലൊക്കെ ചായക്കട ചോദിക്കട്ടെ. അമ്മച്ചിമാരൊക്കെ നടത്തുന്ന കടയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ കായ പോയി നമ്മൾ ഇപ്പം കിട്ടുമെന്ന്. പക്ഷെ കിട്ടുന്നത് ചെറിയ പഴം എന്നും പറഞ്ഞ പോലെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഒത്തിരി എണ്ണം കിടക്കുമ്പോൾ അതിന്റെ നടുവിൽ നിന്ന് പലരും മാറ്റി വെച്ചത് ആർക്കും വേണ്ട എന്ന് പറഞ്ഞതിനെ സ്വർഗം എടുത്തിട്ട് മറ്റതിനേക്കാൾ യോഗ്യമാക്കി തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അയോഗ്യതകളെ മാറ്റിമറിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ യോഗ്യത ഇല്ലായ്മകളെല്ലാം മാറ്റിമറിച്ചിട്ട് നമുക്കൊരു പുതിയ വസ്ത്രം തന്ന് പുതിയൊരു തിരഞ്ഞെടുപ്പ് തന്ന് നമ്മെ മാറ്റിമറിച്ച് പുതിയതാക്കി മാറ്റിയത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ കൊണ്ട് നിർത്തി വന്നിട്ട് കണ്ടാൽ പറയത്തില്ലല്ലോ ആ വീട്ടിലെ പയ്യനാണെന്ന്, കണ്ടാൽ പറയത്തില്ലല്ലോ ആ നാട്ടിൽ ജനിച്ചതാണെന്ന്, കണ്ടാൽ പറയത്തില്ലല്ലോ ആ കുടുംബത്തിൽ പിറന്നാണെന്ന്. കാരണം എന്താ? ആ പഴയതെല്ലാം മാറ്റിമറിച്ചിട്ടുണ്ട് ദൈവം നമ്മെ നിറച്ചതാ എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. നോക്കാം, അങ്ങനെ ദൈവം നമ്മെ തിരഞ്ഞെടുക്കും. ഒത്തിരി ഉദാഹരണങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. മോശയെ തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം മോശയുടെ സംസാരം ഫ്ലുവന്റായിട്ട് സംസാരിക്കാൻ മോശയ്ക്ക് അറിയത്തില്ല. ഇന്നലെ എന്റെ ആദ്യത്തോട് ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളുടെ മലയാളം പറഞ്ഞാൽ ചില പാട്ടൊക്കെ പാടിയത് മലയാളത്തിലൊക്കെ പറഞ്ഞു. ഇതുപോലെ നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ നമ്മുടെ പിള്ളേർ തോന്നുന്നു അത്രേ ഉള്ളൂ. അത്രേ ഓർക്കാം. എന്താ ഈ പിള്ളേർക്ക് മനസ്സിലാക്കുന്നില്ല. അവർ ഇന്നലെ പാട്ട് പാടിയതും അവർ പറഞ്ഞതും അല്ലെങ്കിൽ നമുക്ക് സന്തോഷം രസകരമായിട്ട് തോന്നുമ്പോൾ തന്നെ നമ്മൾ ഈ കട്ടിയുള്ള ഇംഗ്ലീഷ് പറയുമ്പോൾ ആർക്ക് മനസ്സിലാക്കുന്നത്? നമ്മുടെ പിള്ളേർക്ക് മനസ്സിലാകുന്നത്. അത്രേ ഓർത്താൽ മതി. ഇവിടെ ഓർക്കുകയാണ് അല്ലല്ല. എങ്ങനെ തിരഞ്ഞെടുത്തത്? ദാവീദിനെ തിരഞ്ഞെടുത്തു. കാട്ടിക്കിടന്ന ദാവീദിനെ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. സ്തോത്രം വേണ്ടി അപ്പന് വേണ്ട, അമ്മയ്ക്ക് വേണ്ട, എല്ലാം തിരിഞ്ഞു മാറ്റുമ്പോൾ ഓരോ കാര്യം വരുമ്പോഴും ദാവീദിന്റെ പേരങ്ങ് ലിസ്റ്റ് വരുന്നില്ല. ഉപവാസ പ്രാർത്ഥന നീ ഉപവസിക്കൊന്നും വേണ്ട, നീ കാട്ടിപ്പോയി ആടിനെ നോക്കാൻ പറയുന്നു. ചേട്ടന്മാർക്കല്ലേ ഇവിടെ സ്ഥാനമുണ്ട്, ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോയി, നിന്റെ പേര് ഓട്ട ലിസ്റ്റിൽ പോലും ഇല്ലല്ലോ, പിന്നെ നീ തിരിക്കുന്നത്? സ്വർഗം പറഞ്ഞില്ല, നിങ്ങളൊക്കെ ഉണ്ടാക്കിയ ലിസ്റ്റ് എനിക്ക് വിഷയമല്ല, നിങ്ങളൊക്കെ തീരുമാനിച്ച തീരുമാനം എനിക്ക് വിഷയമല്ല. അവൻ വന്നിട്ടല്ലാതെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കുറിച്ച് എന്നേ പറഞ്ഞതാ, നിങ്ങളെ കുറിച്ച് എത്ര പ്രാവശ്യം പറഞ്ഞതാ. ഇനിയും നിങ്ങളെ കുറിച്ച് ആവർത്തിച്ച് നിങ്ങളുടെ വിശ്വാസയാത്രയുടെ ഓരോ ദിവസവും ആരൊക്കെ നിങ്ങളെ തടയുമ്പോൾ സ്വർഗം പറയും, അവൾ വന്നിട്ടല്ലാതെ, അവൻ വന്നിട്ടല്ലാതെ, അവൾ വന്നിട്ടല്ലാതെ, അവൻ വന്നിട്ടല്ലാതെ എന്നും പറയുന്ന ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്ന് രാവിലെ മനസ്സിലാക്കുക. അതാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്.